ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് IVF സൈക്കിൾ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ 5 കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രിക്വേഷൻസ് നിങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ IVF സൈക്കിളിൻ്റെ സക്സസ് റേറ്റ് കൂടും, സ്ട്രെസ് ലെവൽ കുറയും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ നിങ്ങളുടെ IVFൻ്റെ സക്സസ്സിനായിട്ട്, IVF പോസിറ്റീവ് ആകാനായിട്ട്, സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ 5 പ്രിക്വേഷൻസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് പ്രിക്വേഷൻ ആണ് ഇഞ്ചക്ഷൻ്റെ ക്വാളിറ്റി. IVFൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ 10 ദിവസം വരെ FSHൻ്റെ ഇഞ്ചക്ഷൻസ് എടുക്കേണ്ടി വരും. സാധാരണ എല്ലാവരും ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇതൊരു ഇഞ്ചക്ഷൻ അല്ലേ, ഇത് ഏതെങ്കിലും ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ച് എടുത്താൽ പോരെ എന്ന്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഇഞ്ചക്ഷൻസ് IVFൻ്റെ സക്സസ്സിനായിട്ട് ഒരു മേജർ റോൾ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്. ഈ ഇഞ്ചക്ഷൻസിൻ്റെ ക്വാളിറ്റി, ഏത് ഫാക്ടറിയിലാണ് ഈ ഇഞ്ചക്ഷൻസ് ഉണ്ടാക്കിയത്, ഏത് മീഡിയത്തിലൂടെയാണ് ഈ ഇഞ്ചക്ഷൻസ് നിങ്ങൾ വരെ എത്തുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കാര്യം മോസ്റ്റ്ലി ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. എവിടാണോ ഈ ഇഞ്ചക്ഷൻസ് മാനുഫാക്ചർ ചെയ്ത് അവിടുന്ന് ആക്യുറേറ്റ് ടെമ്പറേച്ചറിൽ, അതായത് കോൾഡ് ടെമ്പറേച്ചറിൽ ക്ലിനിക് വരെ കറക്റ്റായിട്ടാണോ എത്തുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അങ്ങനെയല്ല എങ്കിൽ ഇഞ്ചക്ഷൻസിൻ്റെ പൊട്ടൻസി വീക്ക് ആകും. നമ്മൾ ബ്രാൻഡ് നെയിം മാത്രം നോക്കി എവിടുന്നെങ്കിലും ഈ ഇഞ്ചക്ഷൻസ് മേടിച്ചാൽ, അതായത് നമ്മൾ ആ ബ്രാൻഡ് നെയിമിൻ്റെ അടിസ്ഥാനത്തിൽ പൈസ കൊടുത്ത് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളതെങ്കിലും ആ നേരത്തെ പറഞ്ഞ പോലെ അല്ല ആ ഇഞ്ചക്ഷൻ എത്തിയിട്ടുള്ളതെങ്കിൽ ആ ഇഞ്ചക്ഷൻസിൻ്റെ പൊട്ടൻസി ലോസ് ആയിട്ടായിരിക്കും ഉള്ളത്. കാരണം ആ ഇഞ്ചക്ഷൻസിൻ്റെ എക്സ്പോഷർ ഹൈ ടെമ്പറേച്ചറുമായിട്ട് മിക്സായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഇഞ്ചക്ഷൻസ് മേടിക്കുമ്പോൾ ബ്രാൻഡ്, ക്വാളിറ്റി എല്ലാം നോക്കി മേടിക്കുക. അതുകൊണ്ടാണ് IVF സെന്ററിൽ ബാച്ച് നമ്പർ വരെ ചെക്ക് ചെയ്ത് ഇഞ്ചക്ഷൻസ് എടുക്കുന്നത്. കാരണം ചിലപ്പോഴൊക്കെ എല്ലാം നോക്കിയാലും ചില ബാച്ച് ഇഞ്ചക്ഷൻസ് അത്ര നല്ലതായിരിക്കില്ല. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിക്വേഷൻ ആണ് ഇഞ്ചക്ഷൻസിൻ്റെ സമയം. ഇഞ്ചക്ഷൻസിൻ്റെ സമയത്തിൽ ഒരുപാട് വേരിയേഷൻസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ആൻറ്റിഗോണിസ്റ്റ് ഇഞ്ചക്ഷൻസ്, ഇത് ഫോളിക്കിളിനെ സമയത്തിന് മുമ്പായിട്ട് റപ്ചർ ആകുന്നതിൽ നിന്ന് തടയുന്ന ഇഞ്ചക്ഷൻ ആണ്. ഈ ഇഞ്ചക്ഷൻസിൻ്റെ ടൈമിംഗ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോഴൊക്കെ പേഷ്യൻസ് ആൻറ്റഗോണിസ്റ്റ് ഇഞ്ചക്ഷൻ ലേറ്റ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഫോളിക്കിൾസ് പിക്കപ്പിന് മുമ്പായിട്ട് തന്നെ റപ്ചർ ആകുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് ഇഞ്ചക്ഷൻസിൻ്റെ ടൈമിംഗ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ പ്രിക്വേഷൻ ആണ് ഹസ്ബൻഡിൻ്റെ റോൾ. ഹസ്ബൻഡ്സിന് IVFൽ ഒരുപാട് ആക്റ്റീവ് റോൾ ഇല്ലെങ്കിൽ കൂടി അവർക്ക് സീമൻ സാമ്പിൾസ് എക്സ് എടുക്കുന്ന ദിവസം കൊടുക്കേണ്ടി വരും. എക്സ് എടുക്കുന്ന ദിവസം 3 പ്രിക്വേഷൻസ് എടുക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടെങ്കിലോ കളക്ഷൻ ഇഷ്യൂ ഉണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ക്ലിനിക്കിൽ നേരത്തെ തന്നെ ഇൻഫോം ചെയ്യണം. അപ്പോൾ അതിന് നേരത്തെ തന്നെ മെഡിസിൻസ് തന്ന് എക്സ് എടുക്കുന്ന ദിവസം നിങ്ങൾക്ക് സാമ്പിൾ പ്രോപ്പർലി കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ്, സാമ്പിൾ കൊടുക്കാൻ വരുമ്പോൾ സ്ട്രെസ് ഫ്രീ മൈൻഡോട് കൂടി തന്നെ കൊടുക്കുക. നിങ്ങൾ സ്ട്രെസ് എടുക്കുമ്പോൾ സാമ്പിൾ പ്രൊഡ്യൂസ് ആകാൻ ബുദ്ധിമുട്ടുണ്ടാകും, അതിൻ്റെ ക്വാണ്ടിറ്റി കുറവായിരിക്കും. ഇനിയും സാമ്പിളിന് നേരത്തെ തന്നെ സ്പേംസ് കുറവാണ് എങ്കിൽ അതും ഒരു പ്രോബ്ലം ആകും. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ബാക്കപ്പ് സാമ്പിൾ വെച്ചേക്കും. ഏതെങ്കിലും കാരണവശാൽ ആ ദിവസം സാമ്പിൾ പ്രൊഡ്യൂസ് ആയില്ല എങ്കിൽ അതും നമുക്ക് എടുക്കാവുന്നതാണ്. ആ ഒരു കാര്യമുള്ളത് കൊണ്ട് മെന്റലി റിലാക്സ് ആയിട്ടിരിക്കാൻ നമുക്ക് സാധിക്കും. നാലാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രിക്വേഷൻ ആണ് ക്ലിനിക്കിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യം. ഹസ്ബൻഡിൻ്റെ പ്രസൻസിൻ്റെ കാര്യം, സാമ്പിൾ ഫ്രീസിങ്ങിനെ പറ്റി, ബ്ലഡ് ടെസ്റ്റ് എപ്പോഴാണ് ചെയ്യേണ്ടത്, അതിൻ്റെ റിപ്പോർട്ട് എപ്പോഴാണ് കളക്ട് ചെയ്യേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന 2 നമ്പർ നിങ്ങൾ ക്ലിനിക്കിൽ കൊടുത്തിരിക്കണം.
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് നോക്കിയാണ് നമ്മൾ ട്രിഗർ ഇഞ്ചക്ഷൻ്റെ ടൈം നിർണ്ണയിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ക്ലിനിക്കിൻ്റെ സ്റ്റാഫ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത നമ്പർ റീച്ചബിൾ ആയിരിക്കണം. ട്രിഗർ ഇഞ്ചക്ഷന് ശേഷം കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്, അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. പിക്കപ്പിന് മുമ്പായിട്ട് 6 തൊട്ട് 7 മണിക്കൂർ നിങ്ങൾ ഫാസ്റ്റിംഗ് ആയിരിക്കണം. പിക്കപ്പിൻ്റെ ടൈം ഒരിക്കലും ഡിലേ ചെയ്യാൻ പാടില്ല, അത് ആക്യുറേറ്റ് ആയിരിക്കണം. അതായത് പിക്കപ്പ് രാവിലെ 9 മണിക്കാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ക്ലിനിക്കിൽ 8:30ക്കാണ് എത്തുന്നതെങ്കിൽ അത് ഒട്ടും കറക്റ്റായിട്ടുള്ള ഒരു ഏർപ്പാടല്ല. നിങ്ങൾ 6 മണിക്ക് വന്ന് അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ എല്ലാ പ്രോപ്പർ പ്രീ ഓപ്പറേറ്റീവ് പ്രൊസീജിയറും ചെയ്യണം. നിങ്ങളുടെ കൺസെൻറ്റ് എടുക്കും, അതിനുശേഷം കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ നിങ്ങളുടെ പിക്കപ്പ് നടക്കും. ചില കേസസിൽ പിക്കപ്പ് 10 മണിക്കാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ സമയത്ത് പോലും നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ മുഴുവൻ IVF സൈക്കിൾ ഫെയിൽ ആകും. അപ്പോൾ അതെല്ലാം സംഭവിക്കാതിരിക്കാനായിട്ടാണ് ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് 100% ഫോളോ ചെയ്യാൻ പറയുന്നത്. ലാസ്റ്റും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രിക്വേഷനാണ് നിങ്ങളെ മറ്റുള്ളവരുമായിട്ട്, അതായത് മറ്റ് IVF ചെയ്യുന്ന പേഷ്യൻസുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. ഒരു ക്ലിനിക്കിൽ തന്നെ ഒരുപാട് പേഷ്യൻസ് ഉണ്ടാകും, നിങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും അവരുടെയും ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ഇത്രയും എക്സ് കിട്ടി, എനിക്ക് ഇത്രയും കിട്ടിയിട്ടില്ല, അവരുടെ ഇത്രയും എംബ്രിയോസ് ആയി, എനിക്ക് ഇത്രയും ആയിട്ടില്ല, അവരുടെ എൻഡോമെട്രിയൽ തിക്നസ് ഇത്രയും ആയി, എനിക്ക് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല. കാരണം എല്ലാ ആളുകളും ഒരുപോലെയല്ല, എല്ലാവരുടെയും കേസും ഒരുപോലെയല്ല. നിങ്ങൾ എല്ലാവർക്കും IVF ആണ് ചെയ്യുന്നതെങ്കിലും എല്ലാവരുടെ IVFും ഒരുപോലെയല്ല. എല്ലാവർക്കും IVF ഒരേ കാരണം കൊണ്ടല്ല ചെയ്യുന്നത്, അതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കൂടുകയും അത് നിങ്ങളുടെ IVF സക്സസിന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നിങ്ങൾ IVF സക്സസ് സ്റ്റോറീസ് കേൾക്കുക, തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകുകയും നിങ്ങളുടെ IVF സക്സസിനായിട്ടും ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചാനൽ തന്നെ ഒരുപാട് IVF സക്സസ് സ്റ്റോറീസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മോട്ടിവേഷൻ നൽകുകയും ഒപ്പം തന്നെ അവർ ഫോളോ ചെയ്ത ടിപ്സ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയും ചെയ്യും. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ IVF ചെയ്യുന്ന സമയത്ത് ഈ 5 പ്രിക്വേഷൻസ്, അതായത് ഇഞ്ചക്ഷൻസിന്റെ ക്വാളിറ്റി, ഇഞ്ചക്ഷൻസിന്റെ ടൈം, ഇൻസ്ട്രക്ഷൻസ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക എന്നുള്ള കാര്യം, സീമൻ സാമ്പിൾ കൊടുക്കുമ്പോഴുള്ള പ്രിക്വേഷനെ പറ്റിയിട്ട് നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നിങ്ങളെ തന്നെ കമ്പയർ ചെയ്യരുത് എന്നുള്ള കാര്യം, ഈ 5 പ്രിക്വേഷൻസ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ IVF സക്സസിന് ഒരു പരിധി വരെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 5 പ്രിക്വേഷൻസ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റ് കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഡിയേഴ്സ്.